ഇന്ന് ഇന്ത്യയിൽ ഒരു കുട്ടി ജനിച്ച നാൾ മുതൽ ഒരേ ഒരു സ്വപ്നം അവൻ്റെ മേൽ കയറ്റിവെക്കും. പഠിച്ചാൽ ജീവിതം സേഫ് ആവും എന്ന്. സ്കൂളുകളിൽ പഠിക്കുന്നു, കോളേജിലെത്തി, ഡിഗ്രി വാങ്ങി. പക്ഷേ അവസാനം ഒരു ചോദ്യം മാത്രം: ഇപ്പോൾ നീ എന്ത് ചെയ്യുന്നു? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ന്യൂസ് ചാനലുകൾ പറയും ഇന്ത്യ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണെന്ന്. പക്ഷേ റോഡിൽ ഇറങ്ങിയാൽ കാണുന്നത് ജോലി തേടി നടക്കുന്ന യുവാക്കളാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ജീവിതത്തിലെ ഏതെങ്കിലും സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ ഫേക്ക് മോട്ടിവേഷൻ ഇല്ല, ഓവർ ആക്ടിങ് ഇല്ല, റിയൽ ലൈഫ് മോട്ടിവേഷൻ മാത്രം. അതുകൊണ്ട് ഇപ്പോഴേ മോട്ടിവേഷൻ മല്ലു സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി, ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ മെയിൻ വിഷയത്തിലേക്ക് പോകാം. പാർട്ട് 1: യഥാർത്ഥ സ്ഥിതി. ഇന്ത്യയിലെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കോളേജുകളിൽ നിന്ന് പാസ്സായി ഇറങ്ങുന്നു. ആർട്സ്, സയൻസ്, കൊമേഴ്സ്, എൻജിനീയറിംഗ്, നഴ്സിംഗ്, ITI, ഡിപ്ലോമ. പേപ്പറിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ റിയാലിറ്റി എന്താണ്? ഗവൺമെൻറ് ജോബ് സീറ്റ്സ് കുറവായിരിക്കും, കോമ്പറ്റീഷൻ ആണെങ്കിലോ ഭയങ്കരവും. പ്രൈവറ്റ് ജോബ് സാലറി കുറവ്, പ്രഷർ കൂടുതലുമാണ്. പാർട്ട് 2: പഠിച്ചാൽ ജോലി കിട്ടുമോ? നമ്മളോട് ചെറുപ്പം മുതൽ പറഞ്ഞു മാർക്ക് വാങ്ങണം, ഡിഗ്രി വേണം, ജോലി കിട്ടുമെന്നുള്ളത്. പക്ഷേ ആരും നമ്മളോട് പറഞ്ഞില്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രാക്ടിക്കൽ നോളജ്, കോൺഫിഡൻസ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ്. ഇൻ്റർവ്യൂവിൽ കയറിയാൽ ഒരേ ഒരു ചോദ്യം: എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് എന്ത് പറയും? ഇല്ല എന്ന്. അവിടെ തന്നെ ഒരു സ്വപ്നം തകർന്ന ശബ്ദം നമ്മൾക്ക് കേൾക്കും. പാർട്ട് 3: കുറ്റം ആരുടേത്? ഇവിടെ ഒരൊറ്റ വില്ലൻ പോലും ഇല്ല. വിദ്യാഭ്യാസ സംവിധാനം, സർക്കാർ പോളിസി, സോഷ്യലിറ്റി പ്രഷർ, പേരൻസ് എക്സ്പെക്റ്റേഷൻ, പിന്നെ നമ്മളും. ഡോക്ടർ ആകണം, എൻജിനീയർ ആകണം, ഗവൺമെൻറ് ജോലി വേണം. ഇതിൽ നിന്ന് മാറിയാൽ ലൈഫ് വേസ്റ്റ് എന്ന് സൊസൈറ്റി പറയും. പാർട്ട് 4: ഇനി എന്ത് ചെയ്യണം? ഇത് മോട്ടിവേഷൻ സ്പീച്ച് അല്ല, റിയാലിറ്റിയാണ്. ഒരു സ്കില്ല് ചൂസ് ചെയ്യൂ. സ്ലോ ആയാലും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. കമ്പയർ ചെയ്യൽ നിർത്തൂ. ഫേക്ക് സോഷ്യൽ മീഡിയ സക്സസ് ഇഗ്നോർ ചെയ്യൂ. ഓർമ്മിക്കണം, ലൈഫ് റേസ് അല്ല, ലൈഫ് ലോങ് ജേണിയാണെന്ന്. ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾ ലേസി അല്ല, കൺഫ്യൂസ്ഡ് ആണ്. ഡയറക്ഷൻ ഇല്ല, പക്ഷേ ലേൺ ചെയ്യാൻ റെഡിയാണ്, ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. നീ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ജോബ് സെർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നീ ഒരു ഒറ്റയാളല്ല. ഇന്ന് നീ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കാരണമുണ്ട്. നിന്റെ ഉള്ളിലെ ഹോപ്പ് മരിച്ചിട്ടില്ല. ഒറ്റ വീഡിയോ ലൈഫ് മാറ്റില്ല, പക്ഷേ ഒരൊറ്റ വീഡിയോ നിന്നെ വീണ്ടും നിർത്തിയേക്കാം. അത് ഈ ചാനൽ ആയിരിക്കണമെങ്കിൽ ഇപ്പോഴേ മോട്ടിവേഷൻ മല്ലു സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം നിന്റെ സ്ട്രഗിൾ, നിന്റെ സ്റ്റോറി, നിന്റെ ഫൈറ്റ് ഇവിടെ ഇഗ്നോർ ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. പഠിച്ചു, പാസ്സായി, സർട്ടിഫിക്കറ്റ് എടുത്തവർ. ഒന്നും പറയാതെ വീട്ടിലിരുന്ന് മൊബൈൽ സ്ക്രീനിൽ ജോബ് വേക്കൻസി സ്ക്രോൾ ചെയ്യുന്നവർ. അവർ നാളെയുടെ വാർത്തയല്ല, ഇന്നത്തെ ഇന്ത്യയാണ്. ഇതൊരു കഥയല്ല, നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.